മലയാളിയുടെ പ്രിയ എഴുത്തുകാരൻ MT വാസുദേവൻ നായർ ഓർമ്മയായിട്ട് ഇന്നേക്ക് ഒരു വർഷമാവുകയാണ്. MT തീർത്ത കഥാലോകം വായനക്കാരിൽ ഇന്നും വിസ്മയം തീർക്കുമ്പോൾ ദിവസവും MTയുടെ ഓർമ്മകൾ കൊണ്ട് നിറയുകയാണ് കോഴിക്കോട് എരഞ്ഞിപ്പാലം പോസ്റ്റ് ഓഫീസ്. മരണാനന്തരവും MTയെ തേടി കത്തുകളും പ്രസിദ്ധീകരണങ്ങളും ഒക്കെ ഇവിടേക്കാണ് എത്തുന്നത്. MT വാസുദേവൻ നായർ, സിത്താര, കൊട്ടാരം റോഡ്, കോഴിക്കോട്. ഈ മേൽവിലാസത്തിൽ എരഞ്ഞിപ്പാലം പോസ്റ്റ് ഓഫീസിലേക്ക് MTയുടെ മരണശേഷവും മുടങ്ങാതെ കത്തുകൾ എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ MTയുടെ പേര് ഓർമ്മിക്കാത്ത ഒരു ദിവസം പോലും ഇവിടെയില്ല. ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച ഡിസംബർ 23-നും എരഞ്ഞിപ്പാലം പോസ്റ്റ് ഓഫീസിലേക്ക് MTയുടെ മേൽവിലാസത്തിൽ കത്തുകൾ എത്തി. പലതും പ്രസിദ്ധീകരണങ്ങളാണ്. ഒരു കോപ്പി MTക്കായി സമർപ്പിച്ച് അയച്ചതാണ്. തപാൽ ജീവനക്കാരിയായ നൌഫീറയാണ് MTയുടെ വീട്ടിലേക്ക് കത്തുകൾ എത്തിച്ചു നൽകുന്നത്. നൌഫീറയ്ക്കൊപ്പം ഞങ്ങളും പോയി. സിത്താരയിൽ MTയുടെ സന്തത സഹചാരി ശ്രീറാം കത്തുകൾ വാങ്ങി. കത്തുകളുമായി പോകുമ്പോഴെല്ലാം നൌഫീറയ്ക്ക് ഒരു ചെറുപുഞ്ചിരിയുമായി ഉമ്മറത്തിരുന്ന MTയെ ഓർമ്മ വരും. ഞാൻ അവിടെ കത്ത് കൊടുക്കാൻ പോകുന്ന സമയത്ത് സാറിന് വയ്യാത്ത ആ ഒരു സമയമാണ് ഞാൻ ഏകദേശം ഇവിടെ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ സാറ് എന്നും എവിടെയും പോവില്ലല്ലോ, വീട്ടിൽ തന്നെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്നും അവിടുത്തെ സിറ്റ് ഔട്ടിൽ ആ ഒരു ചെയറുണ്ട് സാറിൻ്റെ. ആ ചെയറിൽ ഇങ്ങനെ ഇരിക്കും, ഒന്ന് തലയാട്ടി ചിരിക്കും. അപ്പോൾ ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് എനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു സാറിനെ കാണുക എന്നൊക്കെ പറയുന്നത്. ഇപ്പോഴും സാറിൻ്റെ ആ ഒരു ചെയർ അവിടെ ഉണ്ട്. അതേപോലെ നമ്മൾ കത്തുകൾ കൊടുക്കുന്ന സമയത്തും സാറിൻ്റെ ഈ MT വാസുദേവൻ നായർ സിത്താര എന്ന് പറഞ്ഞിട്ട് കൊടുക്കുമ്പോൾ ഇപ്പോഴും സാറ് പോയി എന്നുള്ള ആ ഒരു ഇത് ഉണ്ടാവാറില്ല. ഞങ്ങൾ സമ്മതത്തോടെ വീടിനകത്തേക്ക് കയറി. MT ഇരുന്നിരുന്ന കസേരയിൽ ഒരു വലിയ ഛായാചിത്രവും MTയുടെ കഥാസമാഹാരവും വെച്ചിട്ടുണ്ട്. ടീപ്പോയി നിറയെ പുസ്തകങ്ങൾ, അലമാരയിൽ എണ്ണിയാലൊടുങ്ങാത്ത പുരസ്കാരങ്ങൾ, മരണാനന്തരം ലഭിച്ച പത്മവിഭൂഷൺ പുരസ്കാരത്തിന്റെ രാഷ്ട്രപതി ഒപ്പിട്ട പ്രശംസാപത്രം ചുമരിൽ തെളിഞ്ഞു നിൽപ്പുണ്ട്. MTയുടെ ഓർമ്മകൾ നിറഞ്ഞ സിത്താരയിൽ മൗനത്തിന്റെ കനമുണ്ട്. MTയുടെ കഥകൾ, നോവലുകൾ, സിനിമകൾ, ലേഖനങ്ങൾ, പ്രഭാഷണങ്ങൾ, അങ്ങനെ ഓരോന്നും ഓർമ്മപ്പെടുത്തുന്നു. ക്യാമറമാൻ സുൽത്താനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് മലയാളം, കോഴിക്കോട്.